എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കോളേജ് അധികൃതർ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനുണ്ട് കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരിട്ട് ഉൾപ്പെട്ട 3 വിദ്യാർത്ഥികളെയാണ് അഭിരാജിനെയും ആകാശിനെയും ആദിത്യനെയുമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര അന്വേഷണം നടത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കോളേജ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോലീസും കടന്നിരിക്കുകയാണ്. ഈ കേസിൽ പിന്നിലുള്ള കഞ്ചാവ് എത്തിച്ച ആളുകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ലഹരി എത്തിച്ചവരെ കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചുവെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ കേസിൽ പിടിയിലായിട്ടുള്ള വിദ്യാർത്ഥികളെ SFI ഭാരവാഹികളായ വിദ്യാർത്ഥികളെ ന്യായീകരിച്ചുകൊണ്ട് SFI നേതൃത്വം എത്തിയിട്ടുണ്ട്. അവർ തങ്ങൾ യാതൊരു തരത്തിലും ഇതിൽ പങ്കാളികളായ ആളുകളെയല്ല പോലീസ് പിടികൂടിയത് എന്ന ഒരു വാദമാണ് അവർ പ്രധാനമായും ഉയർത്തുന്നത്. അഭിരാജ് കോളേജ് യൂണിയൻ ഭാരവാഹിയാണ്. അഭിരാജ് ലഹരിക്കടത്ത് കേസിൽ യാതൊരു തരത്തിലും പങ്കാളിയല്ല എന്നും ഈ ഒരു സമയം പോലീസ് പരിശോധന നടത്തുമ്പോൾ പോലും അഭിരാജ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഏരിയ SFI നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല KSU പ്രവർത്തകരാണ് ഈ ലഹരി ഇടപാടുകൾക്ക് പിന്നിൽ എന്ന ആരോപണം SFI ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് SFIയുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് KSU രംഗത്ത് വന്നു. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ്, തങ്ങൾക്ക് ഈ ലഹരി ഇടപാടുമായി യാതൊരു പങ്കുമില്ല എന്ന് KSU നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് കോളേജ് അധികൃതർ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ചെറിയ അളവിൽ ലഹരി പിടികൂടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പളും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ SFIയുടെ ആരോപണങ്ങളെ പോലീസും തള്ളുകയാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ക്യാമ്പസിനകത്ത് കയറിയതെന്നും ഹോസ്റ്റലിൽ പരിശോധന നടത്തിയതെന്ന കാര്യം DCP വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് ACP മാരും വ്യക്തമാക്കുന്നു. ACP PV ബേബി, ഒപ്പം തന്നെ നാർക്കോട്ടിക് സെല്ലിന്റെ ചുമതലയുള്ള ACPയും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. നേരത്തെ തന്നെ കോളേജ് അധികൃതരെ അറിയിച്ചിരുന്നു. മുഴുവൻ കാര്യങ്ങളും തങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ. ആ സമയം അവിടെ ഉണ്ടായിരുന്നതും ലഹരി പാക്ക് ചെയ്തുകൊണ്ടിരുന്ന, കഞ്ചാവ് പാക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളാണ് പിടിയിലായത്. മാത്രമല്ല, ചെറിയ അളവുകളിൽ കഞ്ചാവ് പല ആളുകൾക്കായി എത്തിക്കുന്നതിന് വേണ്ടി തൂക്കി നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ അടക്കം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഞ്ചാവ് വിൽപ്പന തന്നെയാണ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്നത് എന്ന കാര്യം പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾ അറിയാതെ, ആ ഹോസ്റ്റൽ റൂമിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അറിയാതെ പുറത്തു നിന്നുള്ള ആർക്കും അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഈ ഇടപാടുകൾ എന്നും പോലീസിനെതിരായ ആരോപണങ്ങളും ACP നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കൂടുതൽ ശക്തമായ അന്വേഷണവും കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുമാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ജിജീഷ് കർണാകരനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം കോളേജ് അധികൃതർ ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്.